മഴ ഞങ്ങളെ നല്ല രീതിയിൽ ചതിച്ചു. ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നമ്മൾ തട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോയതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വട്ടപ്പാറ സൈറ്റിലാണ്. അപ്പോൾ വട്ടപ്പാറ സൈറ്റിൽ ഇന്ന് റൂഫ് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. കാരണം ഈ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് കരുതി നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. കാരണം നല്ലൊരു കണ്ടൻറ്റാണ്. കാരണം നിങ്ങൾ വീട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്ക്. നമ്മളിവിടെ തട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് നമ്മൾ തലേ ദിവസം വാട്ടർ ലെവലിൻ്റെ മട്ടം എടുത്ത് ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ടൈൽ വെച്ചിട്ടുണ്ട്. അതായത് മട്ടം പിടിച്ച് നമ്മൾ കംപ്ലീറ്റ് ഓട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും തട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ നേരത്ത് തലേ ദിവസം തന്നെ വാട്ടർ ലെവലിന് മട്ടം പിടിച്ച് ടൈൽ വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സിമൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ആ ദിവസം തന്നെ നമ്മൾ ടൈല് വാട്ടർ ലെവലിൻ്റെ മട്ടം പിടിച്ച് ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സിമൻറ്റ് ചാന്ത് ഇട്ടതിന് ശേഷം മുഴക്കോലിന് വലിക്കുമ്പോൾ ഈ ടൈല് താരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തലേ ദിവസം തന്നെ ഇതുപോലെ മട്ടം കംപ്ലീറ്റും പിടിച്ചത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ തട്ട് റൂഫിംഗ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മെയിൻ കോൺക്രീറ്റ് എങ്ങനെയാണോ അതേ പ്രാധാന്യമുള്ളതാണ് ഈ റൂഫ് പ്ലാസ്റ്ററിങ്. അപ്പോൾ അതിന് നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മളിതിൽ വാട്ടർ പ്രൂഫിൻ്റെ കെമിക്കൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കലിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു കമ്പനിയുടെ കെമിക്കൽ കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഡോക്ടർ ഫിക്സിൻ്റെ കെമിക്കലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു പുതിയ കമ്പനിയാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത്. പിന്നെ സിമൻറ്റ് മിക്സിങ് എന്ന് പറയുന്നത് കറക്റ്റ് 8 കുട്ട മണലിന് ഒരു പാക്കറ്റ് സിമൻറ്റ്, അതായത് 4 ചട്ടി മണ്ണിന് 1 ചട്ടി സിമൻറ്റ്, ആ ഒരു രീതിയിലായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പല ആൾക്കാരെ വീട്ടിലെ തട്ടിൽ കയറിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ കോൺക്രീറ്റും ഈ ചെയ്ത സിമൻറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം ഇതിൻ്റെ മേളിൽ കംപ്ലീറ്റും വെള്ളം കെട്ടി നിന്നതിൻ്റെ ഈ അഴുക്കും ചെളിയും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒട്ടിയാണ് ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ തലേ ദിവസം തന്നെ ഇത് കംപ്ലീറ്റും കൊത്തി ക്ലീൻ ചെയ്തു. കൊത്തി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ലൂസ് ഗ്രൗട്ട് കംപ്ലീറ്റും കലക്കി ഒഴിച്ച് നമ്മൾ സാധാ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിച്ചാണ് ഇവിടെ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ലീക്കുള്ളൊരു സൈറ്റായിരുന്നു. ഈ തട്ട് നല്ല ലീക്കുണ്ട്. ചെയ്തതിന് ശേഷം ഇതുപോലെ സിമൻറ്റ് ഇട്ടതിന് ശേഷം ഈ ചില ആൾക്കാർ സിമൻറ്റ് ഇട്ടിട്ട് ഈ കരണ്ടി വെച്ച് അടിച്ചുറപ്പിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്തെന്നും കരുതി ഒരിക്കലും സിമൻറ്റ് ചാന്ത് മുറിവ് ടൈറ്റ് ആവത്തില്ല. ഇത് നമ്മളൊരു പലക എടുത്തിട്ട് ഇടിയടി ഉണ്ടാക്കും പോലെ ഇടിച്ച് നമ്മൾ ആദ്യം മാല് എല്ലാം ക്ലിയർ ചെയ്യണം. അപ്പോൾ മാല് ക്ലിയർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മാല് ചെയ്യാൻ നേരത്തെ പല വീട്ടിലും പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ വശവ് കയറ്റിയിട്ട് തന്നെ വേണം ചെയ്യാൻ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സിമൻറ്റ് മിക്സിങ്, അത് പക്ക ക്ലിയർ ആയി. അതായത് നമ്മൾ 2 വട്ടം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഒറ്റ വട്ടം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിമൻറ്റും മണ്ണും പ്രോപ്പറായിട്ട് മിക്സ് ആകത്തില്ല. അതുകൊണ്ട് 2 വട്ടം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇതുപോലെ മാല് കണക്കാക്കിയിട്ട് വശവ് കംപ്ലീറ്റും കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഹെൽപ്പറായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ക്ലയൻറ്റും കൂടിയാണ് കേട്ടോ. കാരണം പുള്ളിക്കാരന് ഇന്ന് വർക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഞങ്ങളെ കൂടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനൊരു വിശ്വാസവും കൂടി വരും. കാരണം നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ബലമായി ഇന്ന് നമ്മളെ കൂടെ പിടിച്ച് നിർത്തിയത്. അതെന്തുകൊണ്ടും നല്ലതാണ്, കാരണം അവർക്ക് കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ ഇന്നത്തെ ദിവസം ഒരു മഴക്കാറ്, നമ്മൾ വന്ന് വർക്ക് തുടങ്ങിയതിന് ശേഷം ഒരു മഴക്കാറുണ്ട്. അപ്പം മഴ പെയ്യില്ല എന്നുള്ളതാണ് വിശ്വാസം. പിന്നെ നമ്മൾ 2 ടാർപ്പാളം മുൻകരുതി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലാക്കണം. നമ്മൾ നല്ല രീതിയിൽ ചാന്ത് ഇട്ടതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഗ്രൗട്ട് ചുറ്റാവുള്ളൂ. കാരണം നമ്മൾ സ്ലോപ്പ് എവിടെയാണോ കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ കറക്റ്റ് സ്ലോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നമ്മൾ വാട്ടർ ലെവലിന് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് സ്ലോപ്പ് കൊടുത്താണ് നമ്മൾ ടൈല് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ സിമൻറ്റ് ചെയ്ത് ഇതുപോലെ ചെമറിൻ്റെ ഭിത്തിയുടെ സൈഡിൽ 4 സൈഡും നമ്മൾ നല്ല രീതിയിൽ വശവ് കൊടുക്കണം. കാരണം വശവ് കൊടുക്കുന്നത് ചില ആൾക്കാർ കൊടുക്കാറില്ല, പക്ഷേ വശവ് കൊടുക്കുന്നത് നല്ലതാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ആ ചെമറിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വശവ് കൊടുക്കുന്നത്. പിന്നെ 2ാമത്തെ നില ഉടനെ ചെയ്യും എന്നുണ്ടെങ്കിൽ നമ്മൾ വശവ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഉടനെ ചെയ്യുമെങ്കിൽ നമ്മൾ കറക്റ്റ് മട്ടത്തിന് എടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ ടൈലിടാൻ നേരത്തെ ആ വശവ് കംപ്ലീറ്റ് അടിച്ച് പൊട്ടിക്കണം. അപ്പം
നമ്മൾ ഉടനെ, അതായത് ഒരു 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 5 മാസം 6 മാസത്തിനകത്ത് ചെയ്യുമെന്നുണ്ടെങ്കിൽ മാത്രം വശം കൊടുക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വശം കൊടുത്ത് തന്നെ ചെയ്യണം. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേട്ടാ എൻ്റെ വീട്ടിൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ലീക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് പ്രോപ്പറായിട്ട് അവർ പ്ലാസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ലീക്ക് വരുന്നത്. കാരണം ഇതിപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇടിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഇടുന്ന ചാന്ത്, അതായത് ചിലപ്പം ശകലം കനം കൂടുതലാണോ കനം കുറവാണോ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ചാന്ത് ഇട്ടതിന് ശേഷം ഇതുപോലെ ഇടിച്ച് നല്ല ഉറപ്പിക്കണം. നമ്മൾ ചില ആൾക്കാർ കാലുകൊണ്ട് ചവിട്ടി ഇറുക്കും. അങ്ങനെ ആയാലും അത് കറക്റ്റായി ഇറിവില്ല. കാരണം നമ്മൾ ഗ്രൗട്ട് ചുറ്റാൻ വേണ്ടി ചവിട്ടി കയറുമ്പോൾ ഈ ചവിട്ടുന്ന ഭാഗത്ത് വെയിറ്റ് വരും. വെയിറ്റ് കൊടുക്കുമ്പോൾ അവിടെ കൊണ്ട് താരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ മേളിൽ കൂടി ഗ്രൗട്ട് ചുറ്റി വരും. ഗ്രൗട്ട് ചുറ്റി വരുമ്പോൾ അവിടെ മുഴുവൻ കുഴിയായിരിക്കും. അവിടെ വെള്ളം കെട്ടി നിൽക്കും. ആ വെള്ളം കെട്ടി നിന്നെന്നും പറഞ്ഞ് ലീക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ മഴ പെയ്ത് വെള്ളം സ്ലോപ്പ് വഴി പോകുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ഒരു വിഷയം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റും പറഞ്ഞു തരുന്നത്. പിന്നെ മുഴക്കോലിടാൻ നേരത്ത് മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാല ഇട്ട് ക്രോസിന് മുഴക്കോല് പിടിക്കാൻ നേരത്ത് മുഴക്കോല് ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിക്കണം. ചരിച്ച് ആദ്യം മേളിൽ നിന്ന് ഒരു ശകലം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അറുത്ത് കളയണം. അറുത്ത് കളഞ്ഞതിന് ശേഷം മുഴക്കോലൊന്ന് ചരിച്ച് പിടിച്ച് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇളുത്തൊരു വലി. അങ്ങനെ വലിക്കുമ്പോൾ ഈ സിമൻറ്റ് ഈ ചാന്ത് കംപ്ലീറ്റും കൊണ്ട് അങ്ങ് ടൈറ്റ് ആവും. ടൈറ്റ് ആകുമ്പോൾ നല്ല ലെവലും ആയിരിക്കും. നമുക്ക് ഗ്രൗട്ട് ചുറ്റി വരാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇതിലെല്ലാ കാര്യവും ശ്രദ്ധിക്കേണ്ട, ഞാൻ മെയിനായിട്ട് എന്ന് പറയുന്നതേ ഉള്ളൂ. ഇതിലെല്ലാ കാര്യവും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ ഗ്രൗട്ട് ചുറ്റുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ചില ആൾക്കാരുണ്ട് ഒരു 500 അല്ലെങ്കിൽ ഒരു 600 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ അത് കംപ്ലീറ്റും സിമൻറ്റ് ചെയ്ത് അതിന് ശേഷം മാത്രമായിരിക്കും അവർ ഗ്രൗട്ട് ചുറ്റാൻ കയറുന്നത്. അത് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അങ്ങനെ കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും ആ ഗ്രൗട്ട് പൊട്ടിയിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിലെ വെള്ളം വറ്റിയതിന് ശേഷം നല്ല വെയിലടിക്കുമ്പോൾ ഈ ഗ്രൗട്ട് കംപ്ലീറ്റും വെടിക്കും. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് എങ്ങനെ ചെയ്താലും വെടിക്കുമെന്ന്. ഒരിക്കലുമില്ല, വെടിക്കാതെ ചെയ്യുന്ന രീതിയിലും ഉണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ, നിങ്ങളെ വീട് വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തു നോക്കിയാൽ ഒരു വെടിച്ചിലോ ഒന്നും കാണത്തില്ല. കാരണം ഈ 600 സ്ക്വയർ ഫീറ്റ് വീട് പ്ലാസ്റ്ററിങ് ചെയ്യും. പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം ഗ്രൗട്ട് ചുറ്റും. അപ്പോൾ ഗ്രൗട്ട് ചുറ്റുമ്പോൾ സംഭവിക്കുന്നുണ്ട്, ഈ നമ്മൾ ആദ്യം ഇട്ട ചാന്ത് ഉണങ്ങും. ഞാൻ ഇവിടെ ഏകദേശം പകുതിയുടെ പകുതി, അതായത് 1/4 ഭാഗം ഇട്ട് മാലിട്ടതിന് ശേഷം ഞാൻ അവിടെ ഗ്രൗട്ട് ചുറ്റണം. ആ ഗ്രൗട്ട് ചുറ്റുമ്പോൾ ഈ ചാന്ത് നല്ല നനവ് കാണും, അത് ഉണങ്ങി കാണില്ല. അപ്പോൾ ആ നനവിൻ്റെ കൂടെ നമ്മൾ ഗ്രൗട്ടും കൂടി ഒഴിക്കുമ്പോൾ ഇത് നല്ല ടൈറ്റായി നല്ല സെറ്റാവും. മറ്റേത് പറ്റുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിമൻറ്റ് ഉണങ്ങും. ചാന്ത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് ഒഴിക്കും. ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ വർക്ക് പെട്ടെന്ന് തീരും. പക്ഷേ ഈ സിമൻറ്റും ഗ്രൗട്ടുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല. മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മാലിട്ട് നമ്മൾ ചാന്തെല്ലാം വലിച്ച് ഗ്രൗട്ട് ചുറ്റും മുമ്പേ നമ്മൾ ഈ ചവിട്ടിയ ഭാഗത്തൊക്കെ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു മുഴക്കോലെടുത്ത് ജസ്റ്റ് ഒന്ന് വലിച്ച് ലെവൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഗ്രൗട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 അടി നീളത്തിന് ഒരു 15 അടി വീതിക്കുമാണ് ഇപ്പോൾ ഞാൻ മാലിട്ട് തീർന്നത്. അപ്പോൾ ഞാൻ അത്രയും ഏരിയ കംപ്ലീറ്റും ഗ്രൗട്ട് ചുറ്റി കവർ ചെയ്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബലമായിരിക്കും. ഇത് ഒരിക്കലും പൊട്ടത്തില്ല, കാരണം അത്രയ്ക്ക് പവറായിരിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷിന് ആറ്റും. അപ്പോൾ ബ്രഷിന് ആറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഫിനിഷ് ചെയ്ത് നമ്മൾ ഏറ്റവും റൂഫിൽ ഗ്രൗട്ട് ചുറ്റുമ്പോൾ ഒരിക്കലും ഫിനിഷ് ചെയ്യരുത്. ചില ആൾക്കാർ കറണ്ടി വെച്ച് തേച്ച് മുട്ട നല്ല മിനുമിനാക്കും. കാരണം മഴ പെയ്ത് നമ്മൾ അശയിൽ വല്ല തുണിയോ വല്ല വിരിക്കാനൊക്കെ കയറുമ്പോൾ സ്ലിപ്പായി പോകും. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കി ആറ്റുന്നത്. അങ്ങനെ ആറ്റുമ്പോൾ കറക്റ്റിൽ നല്ല കാണാൻ നല്ല വൃത്തിയുമായിരിക്കും. ഈ ചെറിയൊരു ഗ്രിപ്പ് കിട്ടും, അതായത് ചറുകി വീഴും എന്നുള്ള ആ ഒരു പേടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിപ്പോൾ ഏകദേശം 580 സ്ക്വയർ ഫീറ്റ് 600-നകത്തേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന 2 ഹെൽപ്പർ, ഒരു മേസ്തിരി, ഇത്രയും പേരുണ്ട്. കാരണം ഒരു മേസ്തിരിയുടെ വർക്കേ ഉള്ളൂ, കാരണം ഏരിയ കുറവായതുകൊണ്ട് ഞാൻ മാത്രമാണ് ഇന്ന് നിന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറക്കരുത് ഒരു ലൈക്ക് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് അത്രയും
വളരെ വേണ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു സപ്പോർട്ടും കൂടി ചെയ്യണം. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാരെങ്കിലും വീടിൻ്റെ വർക്കോ വല്ലതും ചെയ്യുന്നതുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക്. കാരണം അവർക്കും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വർക്ക് എല്ലാ ആൾക്കാർക്കും അറിയാമെന്നുള്ള, എല്ലാ ആൾക്കാർക്കും വിചാരിക്കും ഇതിലെന്തോ ഇരിക്കുന്നു, ഇതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് എന്ന്. പക്ഷേ ഇത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിലും എൻ്റെ അടുത്ത് അവർ പറയുന്നുണ്ട്, ചേട്ടാ അവരുടെ വീട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കമൻറ്റ് എനിക്ക് വന്നു. മഴ പ്ലാസ്റ്ററിങ് കഴിഞ്ഞപ്പോൾ മഴ പെയ്ത 3-4 മണിക്കൂറായപ്പോൾ മഴ പെയ്തു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം ഞാൻ അവർക്ക് അതിനായിട്ടുള്ള മറുപടി കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ ചാന്ത് ഇട്ട് ഗ്രൗട്ട് ചുറ്റി ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ ചെറിയൊരു മഴയൊക്കെ പെയ്തെന്നും പറഞ്ഞ് നമുക്ക് പ്രശ്നം വരില്ല. കാരണം ഈ പൊട്ടലോ അങ്ങനെയൊന്നും വരത്തില്ല, ഗ്രൗട്ട് ഒലിച്ചും പോകത്തില്ല. പിന്നെ നല്ല വെയിലുള്ള സമയമാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ രാവിലെ വർക്ക് തുടങ്ങി തീർന്ന് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഓസിന് ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഡയറക്റ്റായിട്ട് ഒരുപാട് ചൂടടിക്കുമ്പോൾ അത് പൊട്ടൽ വീഴാൻ ചാൻസ് ഉണ്ടാവും. അതിനിടയ്ക്കാണ് നമുക്കിവിടെ മഴ പെയ്തത്. മഴ പെയ്തപ്പോൾ ഇവിടെ കംപ്ലീറ്റും വെള്ളം, നമ്മൾ വർക്ക് തീർന്നു വന്നതാണ്, കംപ്ലീറ്റും വെള്ളം കെട്ടി. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാനത് കംപ്ലീറ്റും തീർത്ത്. കാരണം അവർക്ക് നഷ്ടം വരരുത്, ക്ലയൻറ്റിന് നഷ്ടം വരാതിരിക്കാൻ കംപ്ലീറ്റും തീർത്ത് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ ആ സൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആരെങ്കിലും കൂടെ നിർത്തി അങ്ങ് ജയിച്ച് അങ്ങ് പോകുന്ന പരിപാടി പോകണം.